ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഡ് പ്ലസ് V1 ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കാണാത്ത മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുഡ് പ്ലസ് V1. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ക്യാനാണ്. അപ്പോൾ ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ് എന്ന് പറയുന്നത്. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുമെന്നാണ്. കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഐ കുഡ് ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞു. ഷീ കുഡ് കോൾ അവൾക്ക് വിളിക്കാൻ കഴിഞ്ഞു. ഇനി ഹി കുഡ് പ്ലേ അവന് കളിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞു. എനിക്കവളെ കാണാൻ കഴിഞ്ഞു. ഐ കുഡ് കാണുക സി ആണ്. ഐ കുഡ് സീ ഹർ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞു. ഇന്നലെ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു. ഇന്നലെ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു. എങ്ങനെ പറയാം? ഇന്നലത്തെ കാര്യം ഇന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പറയാറ്. അപ്പോൾ ഐ കുഡ് ഗോ ദർ യെസ്റ്റർഡേ. ഐ കുഡ് ഗോ ദർ യെസ്റ്റർഡേ എനിക്ക് ഇന്നലെ അവിടെ പോകാൻ കഴിഞ്ഞു. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ കുഡ് യൂസ് ചെയ്ത്. ഇതുപോലെ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ട്. എനിക്കൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. എനിക്കൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. എങ്ങനെ അറിയാം? ഐ കുഡ് ടേക്ക് എ ഫോട്ടോ. ഐ കുഡ് ടേക്ക് എ ഫോട്ടോ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ നിനക്ക് അവളെ കാണാൻ കഴിഞ്ഞോ എന്നൊരാളോട് നമുക്ക് ചോദിക്കണമെങ്കിലോ, നിനക്ക് അവളെ കാണാൻ കഴിഞ്ഞോ, നേരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ കുഡിനെ ഫസ്റ്റ് കൊണ്ടും കുഡ് യു സീ ഹർ നിനക്ക് അവളെ കാണാൻ കഴിഞ്ഞോ. ഇനി നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് നെഗറ്റീവിലാണെങ്കിൽ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ I couldn't see her. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പം നമുക്കൊരു സാധനം ഇപ്പോൾ ക്യാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ, റിക്വസ്റ്റ് ചെയ്തു, അനുവാദം ചോദിക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് കുഡ് യൂസ് ചെയ്തും ചോദിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ഇമെയിൽ വഴി എന്തെങ്കിലും കാര്യം സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരാളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും, ദയവായി എന്നെ ഇമെയിൽ വഴി ഒന്ന് വിവരങ്ങൾ അറിയിക്കുമോ. അതായത് ഇപ്പൊക്കെ അങ്ങനെയാണല്ലോ, അതെങ്കിലും മെസ്സേജ് ഇടുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വുഡ് യു പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽ ബൈ ഇമെയിൽ അല്ലേ? ഇമെയിൽ വഴി എന്നെ ഒന്ന് വിവരങ്ങളൊക്കെ അറിയിക്കുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ വിളിക്കാൻ കഴിയാഞ്ഞിട്ടോ മെസ്സേജ് ഇടാൻ കഴിയാഞ്ഞിട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാറ്? ഇമെയിൽ വഴി ഒന്ന് എന്നെ വിവരങ്ങൾ അറിയിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? വുഡ് യു പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽ ബൈ ഇമെയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇപ്പം എന്തെങ്കിലും നമുക്കൊരു ജോലിയിൽ ഹെൽപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്, ദയവായി എന്നെ ഈ ജോലിയിലൊന്ന് സഹായിക്കുമോ. ദയവായി എന്നെ ഈ ജോലിയിലൊന്ന് സഹായിക്കുമോ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ വുഡ് യു പ്ലീസ് എന്ന് യൂസ് ചെയ്യുന്നത്. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ദിസ് വർക്ക്. അപ്പോൾ ഈ ജോലിയിലൊന്ന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ദയവായി എന്നെ ഒന്ന് സഹായിക്കുമോ. വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് വർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരാളോട് റിക്വസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതുപോലെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്ത് കഴിഞ്ഞു, കഴിഞ്ഞില്ല, കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.